ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പണപ്പിരിവിന് നിർദ്ദേശം നൽകിയ സംഘടനാ നേതാവ് അനിമോന്റെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നിർദ്ദേശപ്രകാരം രഹസ്യ കേന്ദ്രത്തിലാണ് മൊഴിയെടുക്കൽ. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഈ വിഷയത്തിൽ ഇപ്പോൾ മൊഴിയെടുപ്പ് നടക്കുകയാണല്ലോ. ഇത് തൊടുപുഴയിലാണ് മൊഴിയെടുക്കുന്നതെന്നുള്ള സൂചനകളൊക്കെ വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? കൃഷ്ണ, എവിടെയാണ് മൊഴി രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടും ഇപ്പോൾ വിവരം ലഭിച്ചു വരുന്നതേ ഉള്ളൂ. മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്, അത് പോലീസ് സംഘം അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഇടുക്കിയിലെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് അത് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അത് മാറ്റുകയും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് അനിമോനോട് എത്താൻ പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള കാര്യങ്ങൾ അനിമോനിൽ നിന്ന് ചോദിച്ചറിയുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ശബ്ദ സന്ദേശം അയക്കാനിടയായ സാഹചര്യം, അതുപോലെ തന്നെ ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഉൾപ്പെടെ വിശദമായി ചോദിച്ചറിയുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ മൊഴിയെടുപ്പിൽ ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതിനുശേഷം ഈ ശബ്ദ സന്ദേശം അയച്ചതിന് ശേഷം അനിമോൻ പുറത്ത് ആളുകളുമായി കൂടുതൽ ബന്ധപ്പെടുന്നില്ല. നമ്മളാണെങ്കിലും കാണാനും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇടുക്കിയിലില്ല എന്നുള്ള വിവരമാണ് അവസാന ഘട്ടത്തിൽ പോലും നമുക്ക് ലഭിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു പ്രതികരണ കുറിപ്പായിട്ട് ഇറക്കിയിരുന്നതിൽ താൻ ഉദ്ദേശിച്ച കാര്യമല്ല പുറത്തു വന്നത്. താൻ അസോസിയേഷന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവിന്റെ കാര്യമാണ് പറഞ്ഞതടക്കമുള്ള ന്യായീകരണങ്ങൾ മറ്റൊരു രീതിയിൽ അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്ന ഓഡിയോയിൽ നിന്ന് വിപരീതമായിട്ട് വേറൊരു വിശദീകരണം അദ്ദേഹം ഒരു കുറിപ്പായിട്ട് നൽകുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത തേടിക്കൊണ്ടുള്ള ഒരു മൊഴിയെടുപ്പാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിൽ കൂടുതൽ വ്യക്തത വന്നെങ്കിൽ മാത്രമാണ് പറയാൻ കഴിയുകയുള്ളൂ. ശരി, ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ വിജയനാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.